കർണാടകയെ നടുക്കിയ മംഗളൂരു പ്രഷർ കുക്കർ സ്ഫോടന കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷാരിഖിന് 10 വർഷം കഠിന തടവ്. ബംഗളൂരുവിലെ പ്രത്യേക NIA കോടതിയുടേതാണ് വിധി. 2022 നടന്ന സ്ഫോടനത്തിൽ നിയമ നടപടികൾ അതിവേഗം പൂർത്തിയാക്കിയിരുന്നു കോടതി വിധി പുറപ്പെടുവിച്ചത്. നവംബർ 19 മംഗളൂരു നഗരത്തിലെ തിരക്കേറിയ കങ്കനാടി ഭാഗത്ത് ഒരു ഓട്ടോറിക്ഷയിൽ വൻ സ്ഫോടനം നടക്കുന്നു. ഓട്ടോയിൽ യാത്രക്കാരനായിരുന്ന യുവാവിന്റെ കൈവശമിരുന്ന ബാഗിലെ പ്രഷർ കുക്കറാണ് പൊട്ടിത്തെറിച്ചത്. സ്ഫോടനത്തിൽ യുവാവിനും ഓട്ടോ ഡ്രൈവർ പുരുഷോത്തം പൂജാരിക്കും ഗുരുതരമായി പരിക്കേറ്റു. സാധാരണ ഒരു അപകടമെന്ന് കരുതിയ സംഭവത്തിൽ പോലീസിന്റെ സൂക്ഷ്മ പരിശോധനയാണ് വഴിത്തിരിവായത്. തകർന്ന പ്രഷർ കുക്കറിനുള്ളിൽ നിന്ന് സർക്യൂട്ടുകളും ബാറ്ററികളും ഡിറ്റോനേറ്ററുകളും കണ്ടെടുത്തു. ഇതോടെ ഇതൊരു ആസൂത്രിത ഭീകരാക്രമണം ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അയാൾ ഉപയോഗിച്ചിരുന്നത് വ്യാജ ആധാർ കാർഡാണെന്ന് വ്യക്തമായി. പിന്നീട് നടന്ന തിരിച്ചറിയൽ പ്രക്രിയയിലാണ് ഇയാൾ ഷിമോഗ സ്വദേശിയായ മുഹമ്മദ് ഷാരിഖാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. ഷാരിഖിന്റെ പശ്ചാത്തലം പരിശോധിച്ച പോലീസും അന്വേഷണ ഏജൻസികളും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. നേരത്തെ മംഗളൂരു നഗരത്തിൽ പ്രകോപനപരമായ ചുവരെഴുത്തുകൾ നടത്തിയ കേസിലും ഷിമോഗയിലെ തുംഗ നദീതീരത്ത് വെച്ച് പരീക്ഷണ സ്ഫോടനം നടത്തിയ കേസിലും ഷാരിഖ് പ്രതിയായിരുന്നു. UAPA ചുമത്തപ്പെട്ട ഇയാൾ ഒളിവിൽ കഴിഞ്ഞുകൊണ്ടാണ് മംഗളൂരുവിൽ സ്ഫോടനത്തിന് പദ്ധതിയിട്ടത്. കേരളവുമായും ഈ സ്ഫോടന കേസിന് ഗൂഢമായ ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. സ്ഫോടനത്തിന് മുൻപ് ഷാരിഖ് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. ആലുവയിൽ മാസങ്ങളോളം താമസിച്ച് വ്യാജ തിരിച്ചറിയൽ രേഖകൾ സംഘടിപ്പിക്കുകയും ലോജിസ്റ്റിക് സഹായങ്ങൾ തേടുകയും ചെയ്തതായി NIA കണ്ടെത്തി. കേരളത്തിലെ ചില തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് ഇയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും വിശദമായ പരിശോധന നടന്നിരുന്നു. ഷിമോഗയിലെ വിജനമായ സ്ഥലത്ത് വെച്ച് ഷാരിഖ് ബോംബ് നിർമ്മാണത്തിൽ പരിശീലനം നേടിയിരുന്നു. ISIS ആശയങ്ങളിൽ ആകൃഷ്ടനായ ഷാരിഖ് ഡാർക്ക് വെബ് വഴി ബോംബ് നിർമ്മാണ രീതികൾ പഠിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. മംഗളൂരുവിലെ കദ്രി മഞ്ജുനാഥ ക്ഷേത്രത്തെ ലക്ഷ്യമിട്ടാണ് ഇയാൾ പുറപ്പെട്ടതെങ്കിലും ടൈമറിലെ അപാകതകൾ മൂലം യാത്രാമധ്യേ ഓട്ടോറിക്ഷയിൽ വെച്ച് ബോംബ് അബദ്ധത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇതോടെ വലിയ ദുരന്തമാണ് ഒഴിവായതെന്നും NIA കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. സ്ഫോടനത്തിൽ ഷാരിഖിന് 40% പൊള്ളലേറ്റിരുന്നു. മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് ഇയാളെ NIA കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കിയത്. രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കൽ, സ്ഫോടക വസ്തുക്കൾ കൈവശം വെക്കൽ അടക്കം UAPAയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് 10 വർഷം കഠിന തടവ് കോടതി ഷാരിഖിനെതിരെ വിധിച്ചത്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.